ഹലോ ഗൈസ്, ഈ വീഡിയോ സത്യം പറഞ്ഞാൽ സൂപ്പർമാനെ പറ്റിയിട്ടാ. ഇപ്പോഴും ഞാൻ ഈ ഫൈറ്റ് കാണുക ഏത് നെറ്റിൽ. ഏത് സൂപ്പർമാനാണ് അടിപൊളി? ഹെൻറിയുടെ സൂപ്പർമാനാണോ അതോ ഡേവിഡ് സൂപ്പർമാനാണോ? ഞാൻ ഒരു ഇത് പറയാം സത്യം പറഞ്ഞാൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആട്ടോ സത്യം പറഞ്ഞാൽ. ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ കുറച്ചും കൂടിയും ഫ്രണ്ട്ലി, അതുപോലെ തന്നെ ഹോപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സൂപ്പർമാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം എത്ര ഫൈറ്റ് ചെയ്താലും ഒരുപാട് അടി കിട്ടുന്നത് വീക്കാണെന്നൊക്കെ എല്ലാവരും പറയണ്ടേ. അങ്ങനത്തെ ഒരു ടൈപ്പ് സൂപ്പർമാനാണ് എനിക്ക് സ്പൈഡർമാനിൽ കാണുന്ന ഒരു ടൈപ്പ് സൂപ്പർമാനാണ് എനിക്ക് ജെയിംസ് ഗൺ എടുത്തു വെച്ച ഡേവിഡ് അഭിനയിച്ച സൂപ്പർമാൻ എന്ന് പറയുന്നത്. ആളെ കാണുമ്പോൾ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് സൂപ്പർ ഗേളിൽ ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ആ പുള്ളിനെ കാണുമ്പോൾ ഒരു സന്തോഷവും എന്തൊരു ഡാവുണ്ട് രക്ഷിക്കാൻ, അങ്ങനത്തെ ഒരു മൈൻഡ് ഒരു ടൈപ്പ് കിട്ടുന്ന ഒരു സൂപ്പർമാനായിട്ടാണ് നമ്മുടെ ഡേവിഡ് അഭിനയിച്ച സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇനി നോക്കുകയാണെങ്കിൽ സ്നൈഡറിന്റെ സൂപ്പർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ സൂപ്പർമാനാണ്. അത് ഈവിൾ വേർഷനായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് നല്ല പീക്ക് ലെവലിൽ ഒരു ഗോഡ് ലെവൽ സൂപ്പർമാനായിട്ടാണ് ഹെൻറി അഭിനയിച്ചിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർമാൻ ഹെൻറിയുടെയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സൂപ്പർമാനാണ്. അപ്പോൾ ഫാൻസ് രണ്ട് വേർഷനായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ ഒന്നാമത് സ്നൈഡറിന്റെ വേഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ടാണ് അത് പകുതി വെച്ച് നിർത്തി ജസ്റ്റിസ് ലീഗ് ഇറക്കി. അതിന് പകുതി വെച്ച് നിർത്തിയിട്ടാണ് ഇപ്പൊ പുതിയൊരു ഫേസ് എന്ന രീതിയിൽ ഒന്നിന്ന് പറയുന്നുണ്ട് DC. അത് ഒന്നാമത്തെ റീസണാണ്. അതുകൊണ്ടാണ് ഇത്ര ഹേറ്റ് സൂപ്പർമാനെതിരെ, ഡേവിഡ് അഭിനയിക്കുന്ന സൂപ്പർമാനെതിരെ. അതായത് ഡേവിഡ് മോശമായിട്ടൊന്നുമല്ല, നല്ല ഗംഭീരമായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു റീസണാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ സ്നൈഡർ ഫാൻസ് ഉണ്ട്. സ്നൈഡറിന്റെ മൊത്തം ജസ്റ്റിസ് ലീഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി തീർക്കാൻ പറ്റിയില്ല, ആ ഒരു ഫാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഹേറ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ജെയിംസ് ഗൺ പുതിയൊരു DC യൂണിവേഴ്സ് തുടങ്ങുകയാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. ഇനി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കൂടി കിട്ടുക ജെയിംസ് ഗൺ മോശമായിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിട്ടിസ് ചെയ്യാം. ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓരോരോ പടങ്ങൾ വന്ന് കണക്ട് ചെയ്ത് ജസ്റ്റിസ് ലീഗ് പോലെ ഫോമൊക്കെ ചെയ്യും. അതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം പറയാൻ പറ്റില്ല. തുടക്കം തന്നെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അവരുണ്ടാക്കട്ടെ. ഇനി വേറെ തിരിച്ചെന്തായാലും സ്നൈഡറിനെ വിളിച്ചിട്ട് പടം ചെയ്യിപ്പിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്കത് നോക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. സൂപ്പർമാനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പുതിയ ജെയിംസ് ഗണ്ണിന്റെ ജസ്റ്റിസ് ലീഗിനെ കുറിച്ചിട്ടും എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാട്ടാ.